നമസ്കാരം, സുഖമാണോ? ക്ലൈമറ്റ് ഇപ്പൊ നോർമലാണ്. 13 ഡിഗ്രി നെഗറ്റീവ് അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. കസാഖ് ടൂറിൻ്റെ ഡേ 2 ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അൽമാട്ടിയിലെ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനായ ഷിംലക് മൗണ്ടൻ റിസോർട്ടിലേക്കാണ്. സിറ്റി ലൈഫിൻ്റെ തിരക്കുകളൊക്കെ വിട്ട് മഞ്ഞും മലകളൊക്കെ നിറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേൾഡിലേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ. രാവിലെ ഒരു 10 മണിയോടെ ഹോട്ടലിൽ നിന്ന് റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഷിംലക്കിലേക്ക് അൽമാട്ടി സിറ്റിയിൽ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ദൂരമുള്ളൂ. നമ്മുടെ കൂടെ ഒരു ലോക്കൽ അൽമാട്ടി ഗൈഡ് ഉണ്ടായതുകൊണ്ട് യാത്രയൊക്കെ വളരെ സ്മൂത്താണ് കേട്ടോ. യെസ്, My name is Kas. Good. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേബിൾ കാർ റൈഡും സ്കീയിങ്ങുമാണ്. ഞങ്ങൾ റൗണ്ട് ട്രിപ്പ് കേബിൾ കാറിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. കേബിൾ കാറിന് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വരെ പോയി വരാൻ ഇവർ അഡൾട്ടിന് ചാർജ് ചെയ്യുന്നത് 10,000 ടെങ്കിയാണ് ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്കാണെങ്കിൽ 5,000 ടെങ്കിയാണ് വരുന്നത്. നമുക്ക് സ്കീ ചെയ്യാനുള്ള സ്കീയിങ് ബോർഡ്, ബൂട്ട്സ്, ജാക്കറ്റ്, പാൻറ്റ്, ഹെൽമെറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ റെൻറ്റിന് കിട്ടും. സ്കീയിങ് ചെയ്യാൻ നമ്മളെടുത്ത ടിക്കറ്റ് 12:30 മുതൽ ഈവനിങ് 6 മണി വരെയുള്ള ടൈമിംഗാണ് നമ്മളെടുത്തത്. ഒരാൾക്ക് സ്കീയിങ് ചെയ്യാൻ 18,500 ടെങ്കിയാണ് ചിലവായത്. ഇന്ത്യൻ റുപ്പി ഏകദേശം 3,385 രൂപ. സിമ്പിളായി പറഞ്ഞാൽ 1000 ടെങ്കി എന്ന് പറഞ്ഞാൽ 182 ഇന്ത്യൻ റുപ്പിയാണ്. നല്ല എക്സൈറ്റിലാണ് അതേ തൊട്ടാൻ പോണ്, പരിപാടി ഓണാക്കാൻ പോണ്. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് സ്കീയിങ് ചെയ്യുന്നതെങ്കിൽ ഒരു പേടിയും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം എടുത്ത ശേഷം കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്കീയിങ് ചെയ്യാം. ഇവിടെ ബിഗിനേഴ്സിനുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഓരോ ലെവൽ കയറുമ്പോഴും ടെമ്പറേച്ചർ കുറയുന്നതും അവിടുത്തെ സീനറി മാറുന്നതൊക്കെ നമുക്ക് കേബിൾ കാറിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യൂട്ടാ. ശരിക്കും ഫസ്റ്റ് ലെവൽ കേബിൾ കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞ് മൂടിയ മലനിരകളും ആഴമുള്ള താഴ്വരകളെല്ലാം കാണാം. ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിലെ ഫ്രണ്ട് പേജ് പോലെയാണ് തോന്നുന്നത്. ഷിംലക്കിലെ കേബിൾ കാർ മൾട്ടിപ്പിൾ ലെവൽസാണ്. ടോട്ടൽ 3 ലെവൽസാണ്. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു കേബിൾ കാർ ജേണി 15 മിനിറ്റാണ് ഏകദേശം ദൂരം. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് പോകുമ്പോൾ ആദ്യം ക്ലോസ്ഡ് കൊണ്ടുള്ള കേബിൾ കാറാണ് വരാം. പിന്നെ 2 ഓപ്പൺ ചെയർ ലിഫ്റ്റും. ഓപ്പൺ ചെയർ ലിഫ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്കീയേഴ്സിനാണ് മെയിനായിട്ട്. അതിനുശേഷം വീണ്ടും ക്ലോസ്ഡ് കേബിൾ കാറാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു കേബിൾ കാർ വരുന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. കേബിൾ കാറിലിരുന്ന് നോക്കുമ്പോൾ സ്നോയിലൂടെ നല്ല സ്പീഡിൽ സ്ലൈഡ് ചെയ്ത് വരുന്ന ആ സീൻ കാണുമ്പോൾ തന്നെ നമ്മെ സ്കീയിങ് ട്രൈ ചെയ്യാൻ ശരിക്കും ഇൻസ്പയർ ചെയ്യൂട്ടാ. പെട്ടെന്ന് ഇവിടെ ഇവര് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പേടിച്ചു. ഇവിടെ കേബിൾ കാർ ഇവിടെ സ്റ്റോപ്പ് ആയി ബ്രേക്ക് ചെയ്തപ്പോ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആയത്. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിട്ടാ പെട്ടെന്ന്. എന്തായി, പേടിച്ചാ? പേടിച്ചോന്ന് വെച്ചാ പേടിച്ചു, പക്ഷെ നമ്മ തുറന്നു പറയില്ല, പേടിച്ചില്ല എന്ന് പറയുന്നു. സെക്കൻഡ് ലെവലിൽ എത്തിയാൽ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് ആ മൗണ്ടിയൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. അടുത്തത് സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിലേക്ക്. തേർഡ് ലെവലിനെ ടെൽഗാർ പാസ് എന്നാണ് അറിയപ്പെടുക. ടെൽഗാർ പാസിലേക്ക് കേബിൾ കാർ റൈഡ് ഏകദേശം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ്. ഷിംലക് മൗണ്ടൻ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു സ്കീ റിസോർട്ടാണിത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് ആരംഭിച്ച ഈ റിസോർട്ട് ഇന്ന് സെൻട്രൽ ഏഷ്യയിലെ ഒരു ടോപ്പ് വിൻ്റർ ഡെസ്റ്റിനേഷനിലൊന്നാണ് കേട്ടോ. ടോട്ടൽ 3 കേബിൾ കാർ റൈഡ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്നത്. ഷിംലക്കിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് ഈ ടെൽഗാർ പാസ്. നമ്മളിവിടെ ഇപ്പം 3ാമത്തെ കേബിൾ കാറും കയറി എൻ്റെ എത്താറായിട്ടാ. ലാസ്റ്റ് ആൻഡ് ദ പീക്ക് ഓഫ് ദ മൗണ്ടൻ. ഈ മഞ്ഞത്ത് വെള്ളം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാർ എടുത്തോ. We reached at the top. അവിടെ ഉണ്ടായിരുന്നു. Come out. ഭയങ്കര റിസ്ക് കേട്ടാ. നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഈ സ്കീന്റെ ബൂട്ടും കൂടി ഇടുന്നതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കൂട്ടാ. അപ്പൊ തുടങ്ങല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. വിചാരിച്ച പോലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്.
സാധാരണ നോർമൽ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സ്കീയിങ്ങിൻ്റെ പുട്ട് കുറച്ചും കൂടി അടിയിൽ കുറച്ചും കൂടി കട്ടിയാണ്. നമുക്ക് അത് പൊക്കി നടക്കാൻ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ബാക്ക് സ്കീന് വരുന്നവർക്ക് ഇവിടേക്ക് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറിൽ വരാം. കാരണം കുറച്ചും കൂടി ഈസി എക്സ്പെർട്ടൊക്കെ അതിലാണ് വരാം. ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു അത്ഭുതകരമായ നിശബ്ദതയും തണുത്ത കാറ്റും പരന്നു കിടക്കുന്ന വെളുത്ത മലനിരകളുമാണ് ഇവിടെ ശരിക്കും അഡ്വാൻസ്ഡ് സ്കീയിങ് സ്ലോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നൈറ്റ് സ്കീയിങ് പാത എന്ന ബഹുമതി ഷിംലക്കിനുണ്ട്. പീക്ക് സീസണിൽ ഇവിടെ വരുമ്പോൾ കേബിൾ കാറിൽ ഏകദേശം നമുക്കൊരു 45 മിനിറ്റ് വരെ ഇവിടെ എത്താൻ എടുക്കും. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ടെമ്പറേച്ചർ -13 ഡിഗ്രിയാണ്. പീക്ക് വിൻ്റർ ടൈമിൽ താപനില -20 ഡിഗ്രിയിലെത്തും. നല്ല ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഫുൾ എൻജോയ് ചെയ്യാം. പിന്നെ ഷിംലക്കിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോൺ ഷൂട്ടിന് 10,000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം 73 ദിർഹംസ് വരും. നമ്മൾ കപ്പിൾ ഡ്രോൺ ഷൂട്ടും സിംഗിൾ ഡ്രോൺ ഷൂട്ടൊക്കെ ട്രൈ ചെയ്തിട്ടാ. അങ്ങനെയൊക്കെ കാണിക്കിട്ടാ. Turn around. You got the drone. Kiss. ഇവിടെ നിരവധി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുണ്ട്. സിംഗിൾ ഫോട്ടോക്ക് 20,000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല സ്നോ മൗണ്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഷിംലക് പെർഫെക്റ്റ് ലൊക്കേഷനാണ്. തുടങ്ങല്ലേ? കേബിൾ കാർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അതിനുശേഷം കുറച്ച് കസാക്ക് സ്വദേശികളെ ഞങ്ങൾ പരിചയപ്പെട്ട്. പലർക്കും ഇംഗ്ലീഷൊന്നും അറിയില്ല കേട്ടോ. അവർ സംസാരിക്കുന്നത് കസാക്ക് ഭാഷയാണ്. അതൊരു കിപ്ചക് ടർക്കിക് ഭാഷയാണ്. ചിലർക്ക് റഷ്യൻ ഭാഷയും അറിയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഞങ്ങൾ അത് മാനേജ് ചെയ്തു. ഇറ്റ്സ് ഗുഡ്. We are from India. India? Yes. You are from? Kazakh? Kazakhstan. Local Kazakh? Yes. How was the experience similar? Similar? Yeah. You are coming every time here or Первый. first time? One day. One day. One Да. day here. ലാസ്റ്റ് നമ്മൾ അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ചിട്ടാ. അതൊരു അൺഫോർഗറ്റബിൾ മൂമെന്റ് ആയിരുന്നു. Hello. Namaskaram. Sugamaru. പിന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ട്രഡീഷണൽ കസാക്ക് ഡ്രസ്സ് ധരിച്ചിട്ട് പരുന്തിനെ കൈ പിടിച്ചിട്ടൊക്കെ നമുക്ക് ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കാനുള്ള അവസരമുണ്ട്. ഈ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷനിലും ചെന്നാലും കാണാൻ പറ്റും. കസാക്ക് കൾച്ചറിൽ ഈഗിൾ ഹണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സിമ്പിളായ ഈ ഫോട്ടോഷൂട്ടിന് 2000 ടെങ്കയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഷിംലക്കിൽ നിന്ന് ഡിന്നർ കഴിക്കാനായി അൽമാട്ടിലേക്ക് എത്തി. ഇന്നും ഞങ്ങൾ പ്രാദേശിക കസാക്ക് ഫുഡാണ് പരീക്ഷിക്കുന്നത്. നമ്മളിത് കസാക്ക് സ്പെഷ്യൽ റിബേ സ്റ്റീക്ക്, ബീഫ് ബ്രിസ്ക്കറ്റ്, പിന്നെ നൂഡിൽസും ഓർഡർ ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ നൂഡിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. അവരത് കൈകൊണ്ട് തയ്യാറാക്കിയ നൂഡിൽസാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ രുചികരവും സമൃദ്ധവുമായിരുന്നു. തണുത്ത കാലാവസ്ഥയിൽ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ അനുഭവപ്പെടും. ഇതോടെ നമ്മുടെ ഡേ 2 ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ പോകുന്നത് സാറ്റി വില്ലേജ്, കോൾസായി ലേക്ക്, വാട്ടർഫോൾസ്, മഞ്ഞുമലയിലൂടെയുള്ള ഒരു കുതിര സവാരി, കാനിയോണ്, അങ്ങനെ കസാക്കിസ്ഥാൻ്റെ അത്ഭുതങ്ങളെല്ലാം കാണുന്നതാണ്. സീ യു സൂൺ. ബൈ ബൈ.